ഹായ് ഫ്രണ്ട്സ്, മീനൂസ് മലയാളം വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ ലസ്സിയാണ്. പൈനാപ്പിൾ ലസ്സി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ മീഡിയം സൈസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, ചെറിയ പീസസ് ആയിട്ട്. അപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത്, വെള്ളമൊന്നും ചേർക്കേണ്ട, നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ഇതിന് ഓൾറെഡി വെള്ളം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കുക, ഒറ്റ വിസിൽ കേൾക്കുന്നതുകൊണ്ട് വരെ വേവിച്ചെടുക്കുക. അങ്ങനെ എടുത്തേക്കണം, ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. അങ്ങനെ ഇപ്പം ഞാൻ എടുത്തിട്ട് അത് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെച്ച് തണുപ്പിച്ചെടുത്തേക്കണാണ് ഇത്. ഇനി ഇപ്പോൾ ഇത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൽ ആവശ്യമാണെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓൾറെഡി നമ്മൾ മധുരം ചേർത്താണിത് കുക്ക് ചെയ്തേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതിതാ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ഗ്ലാസ് പാല്, തണുത്ത പാല് ചേർത്ത് കൊടുക്കുക. ഇനി ഇതും കൂടി ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 ടിൻ കേർഡാണ്. ഞാനിപ്പോൾ ഇവിടെ മിൽക്കി മിസ്റ്റിൻ്റെ കേർഡാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ യോഗേർട്ടാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്, അല്ലെങ്കിൽ ഇങ്ങനെ പുളിയില്ലാത്ത കട്ട തൈര് തന്നെ എടുക്കുക. ഇത് 1 ടിന്ന് ഫുള്ള് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പൈനാപ്പിൾ ലസ്സി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കുടിക്കാം. ഇതിപ്പോൾ ഒരു ആവശ്യത്തിന് വേണ്ട തണുപ്പുണ്ടാവും. പാലും ഒക്കെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് തന്നെയാണല്ലോ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റിയാണ്. നമുക്ക് വീണ്ടും ഒരു റെസിപ്പിയായി കാണാം. ബൈ ബൈ.